ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമില്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോയാബീൻ ഇല്ലേ, അതായത് നമ്മൾ ചെറിയ ചെറിയ സോയാബീൻ. അപ്പോൾ ആ സോയാബീൻ വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി സോയാബീൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് പൊന്തിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് സോയാബീൻ നന്നായിട്ട് പീഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലെ വെള്ളമൊക്കെ ഒന്ന് കഴിയുന്ന രീതിയിലൊന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിടുന്നത് ചിക്കൻ മസാല ആണ്. ചിക്കൻ മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ടുള്ളൂ. കാരണം ചിക്കൻ മസാല ഇതിലിടുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. അതായത് സോയാബീൻ നമ്മളൊരു ചിക്കൻ കറി പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ച പേസ്റ്റാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, തക്കാളി, അതുപോലെ വലിയുള്ളി, കരിവേപ്പില എല്ലാം ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് വേറെ കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ ഉപ്പുണ്ടല്ലോ, കല്ലുപ്പോ പൊടിപ്പോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മസാലയും എല്ലാം ഇട്ടിട്ട് ഈ വെജിറ്റബിൾസും എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി കല്ലുപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് എല്ലാം പാടി ഇട്ടിട്ട് ചെയ്തെടുത്തായിട്ടോ, അതായത് കല്ലുപ്പ് എല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് വേണ്ട രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിന് മൂടി നന്നായിട്ട് അടച്ച് വെക്കട്ടോ. ഇനി ഒരു 3-4 വിസിൽ കഴിഞ്ഞാൽ അത് വെന്ത് വന്നോളും. വെന്തതിന് ശേഷം നമ്മൾ കറി ഇതേപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കറി ഒന്ന് ലേശം മല്ലിയില കൊത്തിയരിഞ്ഞ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് വേറെ തന്നെ ടേസ്റ്റും ഫ്ലേവറും കിട്ടും. അപ്പോൾ ആ മല്ലിയില ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കറിയിൽ കറി ഒന്ന് തിക്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള 1-2 പീസ് ഉരുളക്കിഴങ്ങ് നമ്മളിതുപോലെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ കുഞ്ഞുള്ളി കൊത്തിയരിഞ്ഞ് അതുപോലെ തന്നെ കരിവേപ്പിലയും ലേശം ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, ഈ ഒരു വറവിൽ നേരെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കരിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉള്ളിൻ്റെ കളറൊന്ന് നന്നായിട്ട് ചേഞ്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് നേരെ കറിയിലേക്ക് ഇതാക്കി കൊടുക്കുക. അടിപൊളി കറിയാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ പറ്റിയ കറി കേട്ടോ. വേണമെങ്കിൽ ലഞ്ചിന് ചോറിന് കൂടിയും കഴിക്കാൻ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അതാ നമ്മൾ ഈ വറവൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ കറിയിൽ വറവലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കി കൊടുക്കാതിരിക്കുക. നമ്മൾ കറി ഒരു 2 മിനിറ്റ് 3 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ അടച്ചെക്കുക. പിന്നെ ശേഷം നമ്മൾ ലാസ്റ്റിലേക്ക് ഒന്നെടുത്ത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് കറി ചെയ്താലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. അപ്പോൾ അതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കറി എടുത്ത് വെക്കുന്നുണ്ട്. ഇത് എന്തിനു കൂടി ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്കും എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ നല്ല കമൻറ്റ്സ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.